പാഞ്ചാല മഹാരാജാവായ ദ്രുപദൻ തന്റെ ഒരേയൊരു മകനായ നിരമിത്രകുമാരനുമായി ദശാർണ രാജകുമാരിയുടെ മാംഗല്യം നിശ്ചയിക്കും. പക്ഷേ വിവാഹരാത്രി ഊതിക്കാച്ചി വെള്ളത്തിൽ താഴ്ത്തിയ പൊന്നുപോലെ രാജകുമാരി തണുത്തുറഞ്ഞിറങ്ങിപ്പോയി. അതിന്റെ കാരണമാണ് ആത്മീയകം വായനക്കാരന് നൽകുന്ന ആദ്യത്തെ ഞെട്ടൽ. ദശാർണം അപമാനിക്കപ്പെട്ടു. ജന്മദോഷം കൊണ്ട് കുലം തേണ്ടി മുടിച്ച മകനെ പെറ്റുപോറ്റി വളർത്തിയതിനുള്ള ശിക്ഷയായി പുരുഷനാണോ നീ എന്ന ചോദ്യം മകനോട് ആവർത്തിച്ചുകൊണ്ട് ദ്രുപദൻ പ്രചണ്ഡമായ വേഗത്തോടെ അമ്മയെ ഭോഗിക്കുന്നത് നിരമിത്രനെ നോക്കി നിൽക്കേണ്ടി വന്നു. അത് ആ അമ്മയ്ക്കും മകനുമുള്ള മഹാരാജാവിന്റെ ശിക്ഷയായിരുന്നു. തന്റെ അസ്തിത്വം ചോദ്യം ചെയ്ത പിതാവിന് മുന്നിൽ അപമാനഭാരത്താൽ തലകുനിഞ്ഞുപോയ നിരമിത്രകുമാരൻ പാഞ്ചാലത്തിൽ നിന്നും കൂടുവിട്ടിറങ്ങി ആത്രേയകത്തിന്റെ ഔഷധ ശിഖരങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. അപമാനിക്കപ്പെട്ട ദശാർണം പാഞ്ചാലവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതൊഴിവാക്കാൻ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നു, രാജകുമാരൻ പുരുഷനാണെന്ന് തെളിയിക്കണം. പാഞ്ചാലം അത് നേടിയെടുത്തത് ആത്രേയകത്തിലെ വൈദ്യമുത്തച്ഛൻ ചൂടകന്റെ കൊച്ചുമകൾ ഇളയിലൂടെയാണ്. യുദ്ധഭീഷണിയിൽ നിന്നും പാഞ്ചാലത്തെ രക്ഷിക്കുവാനായെങ്കിലും ഒരു രാജ്യത്തെയും രാജകുമാരിയെയും പിതാവിനേക്കാളും വാത്സല്യം തന്നോട് കാണിച്ച ഒരു മഹാരാജാവിനെയും വഞ്ചിച്ചു എന്ന ചിന്ത നിരമിത്രനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ സ്നേഹത്തിന് സ്ഥാനമുണ്ടോ? സ്വന്തം മകനെ ബലി കൊടുത്ത അർജുനനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇല്ല എന്ന് പറയാനേ ആത്രേയകത്തിന്റെ വായനക്കാരന് കഴിയുകയുള്ളൂ. കൊന്നും നിന്നും കീഴടക്കുന്നത് സ്വന്തം നിഴലിനെ തന്നെയാണെന്നുള്ള ഉൾക്കാഴ്ചയിലൂടെ ജയം എന്ന വാക്കിന്റെ അർത്ഥത്തെ അട്ടിമറിക്കുന്ന ആ രാജശ്രീയുടെ ആത്രേയകം മാതൃഭൂമിയുടെ ടോപ്പ് 10-ൽ ആഴ്ചകളോളമായി ഒന്നാമതാണ്. ആത്രേയകത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കാൻ ഞാൻ അശക്തയാണ്. അവിടെ വീശുന്ന ഔഷധഗന്ധമുള്ള കാറ്റിന്റെ മണമറിയണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം. അതിന് ആ രാജശ്രീയുടെ ആത്രേയകം കയ്യിലെടുക്കുക തന്നെ വേണം.